ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് അത് അക്കൗണ്ട് ലോക്ക് ചെയ്തു എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തീരുന്ന ഒരു പ്രശ്നവുമല്ല വടകരയിലുള്ളത്. വടകര ഇത്രമേൽ കലുഷിതമാക്കിയത്, ഇത്രമേൽ വർഗീയമായി ധ്രുവീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്, ഈ ഇലക്ഷനിൽ ഇതുപോലെ ഒരു പ്രചരണം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അതിന് കാരണം ഈ CPM-ന്റെ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും പ്രചരണങ്ങളുമാണ്. അതിനൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് മുൻ MLA ആയിരുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരുപാട് ആളുകൾ കണ്ടു. കാരണം ഒരു പോസ്റ്റ്, ഒരു ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് ഒരു ആധികാരികതയും ഇല്ലാതെ, ഒരു വസ്തുതകളുടെയും പിൻബലം അവർക്കില്ലാതെ ഇത്തരത്തിലൊരു പോസ്റ്റ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായൊരു പെരുമാറ്റമാണ്. അപ്പോൾ അതിനെതിരെ അതിശക്തമായ നടപടി വേണം. ഒന്ന്, ഈ ആരോപണം ഉന്നയിച്ച ഒരു MSF നേതാവിൻ്റെ പേജിലാണ് ഇത് വന്നത് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അപ്പോൾ ആ പരാതിക്കാരൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി തൻ്റെ ഫോണ് കൈമാറി നിങ്ങൾ പരിശോധിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. എന്തേ പോലീസ് അത് പരിശോധിച്ചിട്ട് അന്ന് ഇത് ഇദ്ദേഹത്തിൻ്റെ പേജിൽ നിന്നല്ല എന്ന് പറഞ്ഞില്ല? അത് പറഞ്ഞത് ഇലക്ഷന് ശേഷമാണ്. അപ്പോൾ ഇതിനൊക്കെ എരു കൂട്ടാൻ വേണ്ടി പോലീസിൻ്റെ കൂടി സമീപനങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പോലീസ് അടിയന്തരമായി നടപടിയെടുക്കണം. ഒരു നാടിനെ കലാപത്തിലേക്ക് തള്ളിവിടാൻ ഉള്ള എല്ലാ ആയുധങ്ങളും ഒരുക്കിയത് അവരാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് KK ലതികയെ അറസ്റ്റ് ചെയ്താൽ ആരാണ് ഇത് നിർമ്മിച്ചതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് നിർമ്മിച്ച ആളെ കണ്ടുപിടിക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷം ഡിവൈഎഫ്ഐ വടകരയിൽ യൂത്ത് അലേർട്ട് സംഘടിപ്പിച്ചു. ആ യൂത്ത് അലേർട്ടിൽ പ്രധാനമായും റഹീം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഷാഫി രാഷ്ട്രീയ വിഷമാണ്. ഇത്തരത്തിൽ ഒരു നേതാവ് ഇത്തരത്തിൽ വളരെ ഗുരുതരമായ പരാമർശം നടത്തിയിട്ട് പോലും CPM-ന്റെ ഒരു നേതാക്കൾ പോലും ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു വിഷയം. അതെ, അല്ല, അത് ഞാൻ പറയാം, ഈ വടകരയിൽ CPM കളിച്ച കളി ചെറുതല്ല, വലിയ കളിയാണ് കളിച്ചത്. അതും ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ 4 പ്രാവശ്യം MLA ആയ ഒരാൾ, എല്ലാവർക്കും അറിയാവുന്ന, ഒരു നാടിന് മുഴുവൻ ഇത്തരത്തിലൊരു വർഗീയതയുമായി ബന്ധപ്പെട്ട് പോവാത്ത, തികച്ചും മതനിരപേക്ഷമായി രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്താണ് ഇവിടെ ഇലക്ഷൻ പ്രചരണം CPM നടത്തിയത്. ഷാഫി വന്നതിന് ശേഷം വലിയ ഇളക്കമാണ് അവരുടെ ഭാഗത്തുണ്ടായി. അവിടെയാണ് CPM-ന്റെ DYFIയുടെ ഒരു അഖിലേന്ത്യാ നേതാവ് വടകരയിൽ വന്ന് ഷാഫി പറമ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷമാണ് എന്ന് പറയുന്നത് ഒരു സാഹചര്യമുണ്ടായത്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ അവരാരും നമ്മൾ കാണുന്നില്ല. റഹീം ഷാഫിയോടും വടകരയിലെ ജനതയോടും മാപ്പ് പറയണം. എന്തടിസ്ഥാനത്തിലാണ് പൊളിറ്റിക്കൽ പോയിസനാണ് ഷാഫി പറമ്പിൽ എന്ന് പറയാൻ എന്താധികാരികതയാണ് ഷാഫിയുടെ റഹീമിൻ്റെ കൈവശം ഉണ്ടായിരുന്നത്? എന്ത് വസ്തുതകളുടെ പിൻബലത്തിലാണ് ആ ആരോപണം ഉന്നയിച്ചത്? അത് ഈ കാഫിറിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. അതിപ്പോൾ തെളിഞ്ഞല്ലോ, ഇവരുടെ കയ്യിൽ നല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ലതിക പിൻവലിക്കുമ്പോൾ അവരാണ് അതിന് പിന്നിലുള്ളത് മനസ്സിലായല്ലോ. ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുക, അല്ലാതെ പിൻവലിക്കില്ലല്ലോ. അപ്പോൾ പിൻവലിച്ച് കഴിഞ്ഞിട്ടും ഇത് ഒരാളും ഒരു അക്ഷരം പറയുന്നില്ല. റഹീം മാപ്പ് പറയണം ഷാഫിയോടും വടകരയിലെയും കേരളത്തിലെയും പൊതുസമൂഹത്തിനോട്. വളരെ ഗുരുതരമായ ഒരു ആരോപണം UDF-ന്റെ നേതാക്കളൊക്കെ പറയുന്നത് പൊതുസമൂഹത്തോട് നിരുപാധികം മാപ്പ് പറയണമെന്നുള്ളതാണ്. അത് മാത്രം മതിയാകും. അല്ല, ലതികയെ മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരുന്ന ഒരു വിഷയവുമല്ലത്. ഞാനത് ലതികയെ അറസ്റ്റ് ചെയ്യണം. KK ലതിക എന്ന് പറയുന്ന CPM-ന്റെ നേതാവിനെ, മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവ്, മുൻ MLA, ചെറിയ ആളല്ല, മുൻ MLA ആണ്, ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. എന്താണ് ഇതിൻ്റെ വസ്തുത എന്നറിയാതെ ഒരു നാടിനെ കലാപത്തിലേക്ക് തള്ളിവിടാനുള്ള കരുക്കൾ നീക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാട് എന്തൊക്കെ ചർച്ചകൾ നടന്നു, എന്തൊക്കെയാണ് ഈ വടകരയിൽ അരങ്ങേറിയത്, എത്രമാത്രം ദുഷിച്ച പ്രചരണങ്ങളിലേക്ക് പോയി. അതിൻ്റെയൊക്കെ ബേസ് ഈ പോസ്റ്റാണ്. ഈ പോസ്റ്റിൻ്റെ അടിസ്ഥാനം ഒരു ഉത്തരവാദപ്പെട്ട നേതാവിൻ്റെ ഭാഗത്ത് ഒരു പോസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം അത് വിശ്വസിക്കുമല്ലോ. ആ വിശ്വാസമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഒരു മാപ്പ് പറയലുമല്ല ഇവിടെ ഉണ്ട്, പോലീസ് നടപടിയാണ് ആവശ്യം. പോലീസ് അറസ്റ്റ് ചെയ്ത് കൃത്യമായി അവരെ ഫോൺ പിടിച്ചെടുക്കണം, ഫോൺ പരിശോധിക്കണം. ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്? വ്യാജമല്ല, ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് നോക്കി പുറത്തുവിട്ടതിന് ശേഷമാണല്ലോ വ്യാജമാവുന്നത്. ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്, ഈ പരാമർശം ഉണ്ടാക്കിയത് ഏത് ഫോണിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയേ മതിയാവൂ. അതുവരെയുള്ള രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.
അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകും? അല്ല, ശൈലജ ടീച്ചർ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ടീച്ചറെ കരുവാക്കിയതാണ് വടകരയിൽ ഉടനീളം. അത് ഇലക്ഷൻ ടീച്ചർ സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് തന്നെ ഞാനൊക്കെ പറഞ്ഞതാണ് ടീച്ചറെ ഇവിടെ കരുവാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നുള്ളത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ നടന്നു. അതുകൊണ്ടാണ് ടീച്ചറെ ഈ കാഫിർ പ്രയോഗം ഇവിടെ ഉണ്ടാകുന്നു. ടീച്ചറെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ടീച്ചറെ കൊണ്ട് പത്രസമ്മേളനം നടത്തിപ്പിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചു എന്ന് പറഞ്ഞു മറ്റൊരു പോസ്റ്റർ ഉണ്ടാക്കുന്നു. അവിടുത്തെ സ്ത്രീകളെ വെണ്ണപ്പാളികൾ എന്ന് വിളിച്ച് CPM നേതാക്കൾ പരാമർശിക്കുന്നു. ഏറ്റവും അപഹാസ്യമായ രൂപത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൊണ്ടുപോയത് CPM ആണ്. അതിന് ടീച്ചറെ അവർ കരുവാക്കിയതാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക്. അപ്പോൾ ടീച്ചർക്ക് തീർച്ചയായിട്ടും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ടീച്ചറും പറയുകയാണ് അങ്ങനെയൊക്കെ പ്രചരണം ഇവിടെ വർഗീയമായിട്ടുള്ള വേർതിരിവുണ്ടാക്കാൻ സ്ഥാനാർത്ഥി ശ്രമിച്ചിട്ടില്ലേ എന്നാണ് ടീച്ചർ ചോദിച്ചത്. ടീച്ചറും അന്വേഷിക്കേണ്ടതായിരുന്നു ഇതിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഏത് സ്ഥാനാർത്ഥി ഏതെങ്കിലും തരത്തിൽ ഈ തരത്തിൽ നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വേണമായിരുന്നു ടീച്ചറും പ്രതികരിക്കേണ്ടത്. അങ്ങനെയുള്ള പ്രതികരണമല്ല ടീച്ചറുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഏതായാലും ടീച്ചറെ ഇവിടെ കൊണ്ടുവന്ന് ഇവർ ഉപയോഗപ്പെടുത്തിയതാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ സമയത്തെ ഞങ്ങൾ പറഞ്ഞതാണ്. അതാണ് വടകരയിലെ ജനം 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ ഇവിടെ ജയിക്കുന്നത്. അത് ഈ വർഗീയമായിട്ട് നാടിനെ വിഭജിക്കാൻ നടത്തിയ നീക്കങ്ങൾക്കെതിരെയുടെ വടകരയുടെ ജനങ്ങളുടെ പ്രതിഷേധമാണത്. തീർച്ചയായിട്ടും അതിലൊരു സംശയവുമില്ല. ഞാനത് ടീച്ചർ ഇവിടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളൊക്കെ ആരോപണം പറഞ്ഞതാണ്. ടീച്ചറെ ഇവിടെ കൊണ്ടുവന്നിട്ട് കരുവാക്കിയതാണ് എന്നുള്ളത് ടീച്ചറെ ബലിയാടാക്കിയെന്നാണ് ഞാൻ അന്ന് പറഞ്ഞ വാചകം. ടീച്ചറെ ബലിയാടാക്കിയെന്ന് അന്നും പറഞ്ഞു, ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ടീച്ചറെ പോലെയാളൊന്നും വടകര മത്സരിപ്പിക്കേണ്ടതില്ല. മത്സരിപ്പിച്ചത് മാത്രമല്ല, ഏറ്റവും മോശമായ പരാമർശം ടീച്ചറെ കൊണ്ട് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് ടീച്ചറുടെ ഒരു ഇമേജ് തകർക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചരണം നടത്താൻ വേണ്ടി അണിയറയിൽ CPM നേതാക്കന്മാരും കൂടി ശ്രമിച്ചു. അതിൻ്റെ കൂടി പരിണിത ഫലമാണ് ഈ കാഫിർ സ്ക്രീൻ ഷോട്ടും അതുപോലെയുള്ള പ്രചരണങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ ഭാഗമാണ്. അതെ, തീർച്ചയായിട്ടും CPM പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ അറിവ്, അതിൽ P ജയരാജൻ ഉൾപ്പെടെ പല ആളുകൾക്കും ടീച്ചറുടെ തോൽക്കണമെന്ന് CPM ആളുകൾ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളെ എതിരാക്കി മാറ്റാൻ വേണ്ടി ചില പൊടിക്കൈകൾ ഇവിടെ പ്രയോഗിച്ചത്. MP ജയരാജൻ ഇപ്പോൾ വന്ന് പോരാളി ഷാജിമാർക്കൊക്കെതിരെ സംസാരിക്കുന്നുണ്ട്. എന്ത് ഇതിലാണ് ജയരാജൻ അറിയാം CPM നേതാക്കന്മാരിലേക്കാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ടിൻ്റെ പ്രചരണം എത്തുക എന്ന്. അതിൻ്റെ നിർമ്മാണം ആരാണ് എന്ന് അന്വേഷിച്ചു പോയാൽ നേതാക്കന്മാരിലേക്ക് എത്തുക. അത് വളരെ നന്നായിട്ട് ജയരാജനൊക്കെ ബോധ്യമായി എന്നതാണ്. അതുകൊണ്ടാണ് മുൻപേ ഒന്ന് എറിഞ്ഞതാണ്. ഈ പോരാളി ഷാജിമാരൊക്കെ നടത്തുന്ന പ്രചരണങ്ങളൊന്ന് പരിശോധിക്കണം, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നത്. എത്ര കാലമായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ പല പേരുകൾ, പോരാളി ഷാജിമാർ, ചെങ്കതിർ, റെഡ് ആർമി, എന്തൊക്കെ പേരുകളിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആ രാഷ്ട്രീയ നേതാക്കന്മാരെയും അവരെയൊക്കെ എത്ര മോശമായിട്ട് പല തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇത്തരം സോഷ്യൽ മീഡിയയിലുള്ള നിയന്ത്രണങ്ങൾക്ക് അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ അതിനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് ഇതിന് നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. വീണ്ടും ആവശ്യപ്പെടുന്ന ഞങ്ങൾ KK ലതികയുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കുകയും ലതികയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയും ചെയ്താൽ ആരാണ് ഇത് നിർമ്മിച്ചത് എന്ന്, ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്നുള്ളത് കിട്ടും. അത് കണ്ടുപിടിക്കണം.